ശരി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കാനഡയിൽ മന്ദാകിനി എന്നൊരു ബ്രാൻഡും ഈ അടുത്ത് തന്നെ വലിയ ഹിറ്റായ ഒരു സംഭവമാണ്. അതിന് പിന്നിൽ മലയാളികൾ തന്നെയാണ്. ശരിയാണ്. ശ്രീ എം നൌഷാദ്, ഇപ്പോൾ നിലവിൽ പാലക്കാട് ഏറ്റവും അധികം ഉയരുന്നത് ജലചൂഷണം എന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അതിന് പ്രത്യേക മാർഗ്ഗങ്ങളുണ്ടെന്നുള്ളത് എക്സൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ജനങ്ങളുടെ ആശങ്ക അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനായി സാധിക്കുമോ? അതോടൊപ്പം തന്നെ കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ ഇത്ര തിടുക്കപ്പെട്ട് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ? ആദിത്യ, ഈ കേരളത്തിൽ ഒരു വ്യവസായവും വരാൻ പാടില്ല, ഒന്നും തുടങ്ങാൻ പാടില്ല. ഈ നിഷേധാത്മകമായ നിലപാട് തുടങ്ങിയിട്ട് കാലം കുറേയായി. നമ്മുടെ നാഷണൽ ഹൈവേ അതിനെതിരായിട്ടുള്ള സമരം നടന്നു. ഇപ്പോൾ ആ ഹൈവേയുടെ പണി പല റീച്ചും പൂർത്തിയായി, വീണ്ടും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2 ഗെയിൽ പൈപ്പ് ലൈൻ. ആ ഗെയിൽ പൈപ്പ് ലൈൻ അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേക സമ്മാനം തരുമെന്ന് പറഞ്ഞത്, അഭിനന്ദനം അറിയിക്കുമെന്ന് പറഞ്ഞത് BJPയുടെ പ്രസിഡന്റാണ്, സുരേന്ദ്രനാണ്. അപ്പം ആ 1ാം ഘട്ടം അത് പൂർത്തിയാക്കി കൊടുത്തു. ഇതുവരെ അഭിനന്ദനമൊന്നും കിട്ടിയില്ല, ആ പറഞ്ഞ അനുസരിച്ചുള്ള അഭിനന്ദനം കിട്ടിയില്ല. മറ്റൊന്നും ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നിങ്ങൾ ഓർക്കുക. ഇപ്പം കേരളത്തിന് വരുമാനം കിട്ടിത്തുടങ്ങിയ പദ്ധതിയാണല്ലോ. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. ഇതിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം, ഇത് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ സമരമുണ്ടായപ്പോൾ അതിന് പിന്തുണച്ച് രംഗത്തെത്തി. എന്നിട്ട് ഞങ്ങൾ വിമോചന സമരം വരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ്സാണ്, പ്രതിപക്ഷമാണ്, UDF ആണ് ഉള്ളത്. ആ സമയമൊക്കെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. അതിനെ അതിജീവിച്ച് ഇച്ഛാശക്തിയോടുകൂടി അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയൻ്റെ കാലത്തിന് ശേഷം ഇല്ലേ? പിണറായി വിജയൻ്റെ ഭരണകാലഘട്ടത്തിന് ശേഷം വിഴിഞ്ഞം തുറമുഖം ഇല്ലേ? ഇത് എന്നേക്കുമുള്ളൊരു വികസനമാണ്. അതിനെതിരായിട്ടും നടന്നു. ഇവിടെ ഏതിനും ഇടങ്കോലിടുക എന്നുള്ളൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആക്ഷേപം ഉന്നയിക്കുക എല്ലാത്തിനും. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതിന് ടെൻഡർ ചെയ്താണോ എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്താ പറയുക? ഇവിടെ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വർത്തമാനം പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ ഒയാസിസ് കമ്പനി മാത്രമല്ല, നിയമപരമായ നമ്മുടെ നിലവിൽ ഉള്ള വ്യവസ്ഥകൾ പാലിച്ച് നടത്താൻ ഏത് കമ്പനി വന്നാലും അതിനും അനുമതി നൽകും ഈ ഗവൺമെന്റ്. വ്യക്തമായ നിലപാടാണ്. പിന്നെ മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യവർജനം അത് ഗവൺമെന്റ് പോളിസി. പക്ഷെ മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഇപ്പം മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണ്ട കഴിഞ്ഞ തവണ ഇവിടുത്തെ ഡിസ്റ്റിലറികൾക്ക് ഇറക്കുമതി ചെയ്യാൻ 9.26 കോടി ലിറ്റർ എഥനോളിന് ഇറക്കുമതിക്കാണ് അനുമതി നൽകിയത്, ഇല്ലേ? ഇവര് 18 കോടി നിർമ്മാണം ഉണ്ടാവുമെന്നാണ് അവരുടെ പ്രപ്പോസൽ. അപ്പോൾ അത് നമുക്ക് മദ്യനിർമ്മാണത്തിന് അത്രയും വേണ്ട. ബാക്കി പെട്രോളിയം കമ്പനികൾക്ക് വിൽക്കാനുള്ള ധാരണാപത്രം അവർ തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു, ഇപ്പോഴും നമ്മളിത് ഈ സാധനം ഇവിടെ ഇറക്കുമതി ചെയ്യുകയല്ലേ. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു മേജർ പോർഷൻ കർണാടകയിൽ നിന്നാണ്. ഈ കർണാടകയിലെ ഈ രംഗത്തെ ലോബിയുടെ ഇടപെടലുകളുടെ ഭാഗമായി ഇവിടെ വിവാദങ്ങൾ ഉയർത്തി ഇത് നിർത്തിയാൽ നമ്മൾ വീണ്ടും അവരെ ആശ്രയിക്കേണ്ടി വരും. അത് തന്നെയാണ് വിവാദത്തിന്റെ പിന്നിൽ. അവരാണ് പിന്നിൽ. എന്തിനാണ് വിവാദം? ഇവിടെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിന് ശ്രീ അനിൽകുമാർ ഉന്നയിച്ച ജലചൂഷണത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. ആ ജലചൂഷണ ഭൂഗർഭജലം ഇതിന് ഉപയോഗിക്കുന്നില്ല. അതിന് വാട്ടർ അതോറിറ്റിയുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്.
അവിടുത്തെ പഞ്ചായത്തിലെ ജലചൂഷണമൊന്നും ഇതിനെ ബാധിക്കുന്നതേയില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പം മലമ്പുഴ ഡാമിൽ അതിൻ്റെ റിസർവോയറിൽ ഉള്ളത്, അതിൻ്റെ അളവ്, ഇതെല്ലാം കൃത്യമായ കണക്കുകളും മറ്റു കാര്യങ്ങളും വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ജലചൂഷണമില്ലാത്ത, നമ്മൾ ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി കേരളം ഉണ്ടായി, ഇന്നുവരെയും നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായി ആ രംഗത്തേക്ക് ഇവിടെ അത് ഉൽപാദനം നടത്തിയാൽ ട്രാൻസ്പോർട്ടിംഗ് ചാർജിൽ ഒരു കുറവുണ്ടാവും. ആ കുറവ് സ്വാഭാവികമായിട്ടും ഇവിടെ വിലയിലും മദ്യത്തിൻ്റെ വിലയിലും കുറവ് വരുത്താൻ കഴിയും. പിന്നെ നമുക്ക് നേരിട്ട് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും സുതാര്യമായും നല്ല എഥനോൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്താനും കഴിയുന്നു. ഈ തരത്തിൽ നാടിന് ഗുണകരമായ 10,500 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പുതിയ സംരംഭം, അതിനെ വിവാദങ്ങൾ ഉയർത്തി പിറകോട്ടടിപ്പിക്കാനുള്ള പരിശ്രമം നാടിനോടുള്ള ദ്രോഹമാണ്. ശരി.